കേറി പോടി. അപ്പുകുട്ടനല്ലേ? ഓ തന്നെ. കുറെ കാലമായി ഞാനിത് സഹിക്കുന്നു. ഇനി എന്നെ കൊണ്ടിത് പറ്റില്ല. ഞാൻ പോവുക. എന്താ ചേച്ചി? എവിടെ? എല്ലാം അവള് തന്നെ പറയും. രാധാമണി, ഞാൻ പോകുന്നു. അപ്പുകുട്ടൻ ദേഷ്യപ്പെട്ടു പോവുകയാണോ? അല്ല, എനിക്ക് പരമ സന്തോഷ. ഒരു തെറ്റ് ഞാൻ ചെയ്തു. നിങ്ങളുടെ മോളെ ഞാൻ കെട്ടി ഒരു കൊച്ചുവായി. എന്താടി ഇതൊക്കെ? ഇതെല്ലാം എന്റെ വിധിയാണ് അച്ഛ. എടുത്തു ചാടി പോയാൽ ഇങ്ങനെയൊക്കെ തന്നെ ആടി. ഞാൻ അന്നേ പറഞ്ഞല്ലോ അവൻ കൊണ്ടുവരാത്തവനാണെന്ന്. ഓ, വലിയ സ്നേഹമായിരുന്നല്ലോ. സ്നേഹം അനുഭവിച്ചൂടി. പോയി വിളിച്ചോണ്ടു ഉണ്ണി. വേണ്ട, കുറച്ച് കഴിയുമ്പോ താനേ വരും. അപ്പോ ദുബായിലെ ഷെയ്ഖ് ഇപ്പൊ പഴയ ആള് തന്നെ അല്ലേ? അയാൾ തന്നെ. അവിടുന്ന് അയാൾ ആളുകളൊക്കെ പറഞ്ഞു വിടുകയെന്ന് കേട്ടല്ലോ. അത് സ്പോൺസർഷിപ്പ് ഇല്ലാത്തവരല്ലേ? അത് ശരി. ആ സാധനം നിങ്ങൾക്ക് ഉണ്ടോ? പിന്നെ അതിലവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പേട്ടിന് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി. കാര്യം സാധിച്ചു കിട്ടിയാ ഞാൻ എന്തും ചെയ്യും. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. നന്ദിനിയുടെ ജോലിക്കാരി എന്തായി? മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. നന്ദിനി സാറിനെ പറ്റി എപ്പോഴും ചോദിക്കും. സോപ്പും പൗഡറും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് ചെല്ലാൻ നന്ദിനി പറഞ്ഞിരുന്നു. ഒരു 20 രൂപയും കൂടി ഉണ്ടാവുമോ? പിന്നെന്താ? ഉപകാരം. എന്നാ പിന്നെ കട അടക്കുന്നതിന് മുമ്പ് ഞാനങ്ങ് നടക്കാം.